start marking the attendance? Start marking the attendance, please. Mark it firstly. Grace, Josie, Sai Krishna, Edwin, Hannah, Fatima Sana, Abdul Kevi, Avani Sandosh, Rehan. Yes. So we just started the lesson. Safe at last. Totally, how many lessons are there for you in English? Then 4 more lessons. Totally 14 lessons are there. This is the 10th lesson that we are learning. Yeah, this is an interesting story, very nice story. Okay, shall we start? Yes. Today Shahana Sharan has joined the Rehan also. He's on the video too. Momo has no net connection properly, so okay. Shahana Sharin, please, can you on the video? Okay. Rehan. Okay. Muhammad K cannot, I think. Okay, Shahana, why were you absent yesterday, day for student and all? Shahana Sharin, you were absent yesterday, day for student and all. Why were you? മിസ് നെറ്റ് കിട്ടിയില്ലായിരുന്നു. നെറ്റ് കിട്ടിയില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് മറുപടി ഇട്ടായിരുന്നോ? Shahana, yes or no? No. Did you attend the class test? No. Then, did you see my message that afterwards I was asking by Rihana, Shahna Sharin, somebody was Shisa Fatima. These 3 didn't attend the exam. What is the reason I asked? Did you give an explanation about that, Shahna? അതിന്റെ കാരണം പറഞ്ഞു എന്തുകൊണ്ട് എക്സാം ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത്. ഹോസ്പിറ്റലിൽ പോയിരുന്നു മിസ്. മോൾ അത് കാരണം പറഞ്ഞോ ഹോസ്പിറ്റലിൽ പോയതാ എന്നുള്ളത്? പറഞ്ഞോ മോളെ. ഞാൻ 2ാമത് മെസ്സേജ് വിട്ടായിരുന്നു ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ കുട്ടികൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. അതിനൊരു റിപ്ലൈ മോൾക്ക് പിറ്റേ ദിവസമെങ്കിലും തരാമായിരുന്നല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു മിസ് എന്ന് പറഞ്ഞാൽ മിസ് എന്തെങ്കിലും ചെയ്യുവോ? ഇല്ലല്ലോ. ഇനി ടീച്ചേഴ്സ് ഒരു മെസ്സേജ് അയച്ചാൽ അത് കണ്ടു കഴിയുമ്പോൾ അതിന് മറുപടി എന്തായാലും അത് മറുപടി തരണം. ഓക്കെ കേട്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതിന് നിങ്ങളായിട്ടാണ് മെസ്സേജ് ഇങ്ങോട്ട് ഇട്ട മിസ് ഇന്ന കാരണത്തിൽ എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇൻഫോം ചെയ്യേണ്ടത്. ഇവിടുന്ന് ടീച്ചേഴ്സ് അങ്ങോട്ട് ചോദിച്ചു വൈ ഡിഡ് നോട്ട് അറ്റൻഡ് എക്സാം ചോദിച്ചതല്ല, വൈ ഡിഡ് നോട്ട് അറ്റൻഡ് ക്ലാസ് ചോദിച്ചാലും ഒരു മറുപടി ഇല്ല. എക്സാം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത ടെസ്റ്റുകളൊക്കെ അത് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ടീച്ചർ എന്നെ ടീച്ചറിനോട് ഇന്ന കാരണത്താൽ അതുപോലെ ടീച്ചർ ഒന്നും ചെയ്യുമൊന്നുമില്ല നിങ്ങൾക്ക് മക്കളെ. But it is your responsibility to inform the teacher. And Rehan, I asked you to attend the exam yesterday. You did not send letter. Muhammad Rehan, I am asking you. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അയച്ചു തരാൻ. അയച്ചോന്നോ? Rehan, please answer me. ഈ ക്ലാസിന്റെ സൗണ്ട് ഇല്ലേ? Okay. So where did we stop? Yes, the boys. What are the boys doing? Josie,
What were the boys doing? They were they catch fish. They're going to catch fishing. They were fishing. Okay. So while they were fishing, what did they hear? The sound of villages. Sound of the village people. Okay. Then, when they heard a peculiar sound from the bush of the dog, from the bush, and they noticed that the dog was going on barking. So they went in search of that. അവരത് എന്തിനെയോ കണ്ടിട്ടാണ് എന്തോ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് എന്തോ ഉണ്ടായിട്ടാണെന്ന് മനസ്സിലായി. ഈ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നത് വിചാരിച്ചു ബോയ്സ് അത് അന്വേഷിക്കാൻ പോയി. ജോയ്സിന്റെ കയ്യിലുള്ള പെൻസിന് അവിടെ വെച്ചിട്ട് ക്ലാസ് ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ അതിന് വരയ്ക്കാനും കുറിക്കാനും ഒന്നുമില്ല. കയ്യിലുള്ള സാധനം എല്ലാം താഴെ വെക്കുക. ടെക്സ്റ്റ് ബുക്ക് മാത്രമേ മുന്നിൽ ഉണ്ടാകാവുള്ളൂ. നീ ശ്രദ്ധിച്ചിരുന്നില്ല ഉറപ്പാ ഞാൻ വീട്ടിൽ വരും. ഒരു എക്സസൈസും ജോസിക്ക് കിട്ടൂല. ഉറപ്പാ. എസ്എംസിന് അറിയാലോ. എന്നാ പിന്നെ മര്യാദ ക്ലാസ് ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ. ലാസ്റ്റ് Dane drove the dog away. What is the meaning of drove? Chased. He chased the dog or sent away. Dane dogine ഓടിച്ചു വിട്ടു. Dane drove the dog away. It had been barking in the direction of some bushes. So this dog was barking at the bushes. എന്നാലും ഈ പട്ടി പിന്നെ ഈ ബുഷിലേക്ക് നോക്കി ഇങ്ങനെ കുറ്റിക്കാട്ടിലേക്ക് നോക്കി കുറച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എഡ്വിൻ, നെക്സ്റ്റ് വൺ ഈസ് യു. ഐ എം ടാർഗറ്റിംഗ് യു. യു ഡോണ്ട് ടാക്ക് in between the class. എഡ്വിൻ അവിടെ ഉണ്ടെങ്കിൽ ഓടിച്ചു വിട്ടോ. ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു. Then he drove the dog away. It had been barking in the direction of some bushes. What is the meaning of bark? B-A-R-K. Bark means Sound of correct. Bow sound of the dog. Okay. Clearly something hidden within had exited the animal. So clearly something hidden. Something is hidden in the bush. A bush in the ullil endo olichirippundu. Something hidden within had exited the animal. Sorry, excited. So ee animals ne എന്തോ ഒരു അനിമൽ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് ഈ പട്ടിക്ക് മനസ്സിലായി. പട്ടിക്ക് നമ്മളെ പോലെ അല്ലല്ലോ, നല്ല ബുദ്ധിയല്ലേ. പട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. സോ ഡോഗ് realized that something is hidden. So anyway, this boy, what is his name? Dane chased the dog from there, but still the dog was barking. Clearly something hidden within had excited the animal. Dane parted the bushes and pushed his way through, half expecting a rat or a squirrel. So Dane, what did Dane do? Dane cleared the way to the bush. We know that bush means so many type of plants are there. We can't get inside the bush so easily because there will be stones, plants, or thorny plants will be there, stones will be there, then some types of creepers will be there, climbers will be there. Then by the time when we get inside, we may fall under. So it is little difficult task to get into a bush. Anyway, this boy cleared the way and what did he do? He parted the bush. Parted the bush means he separated the bush to both sides and pushed his way through, half expecting a rat or a squirrel. He thought there will be a rat, otherwise a squirrel. Small creatures may be there. So what happened? അതുകൊണ്ട് എന്ത് പറ്റും? അവന് ആ ചെറിയ എന്തെങ്കിലും ക്രീച്ചേഴ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പട്ടി ഇങ്ങനെ കുറച്ചത് എന്ന് നമ്മുടെ ആര് വിചാരിച്ചു? തന്നെ വിചാരിച്ചു. യെസ്, ഹി എക്സ്പെക്ട് മീൻസ് ഹോപ്പ്, പ്രതീക്ഷിക്കുക. അവന്റെ മനസ്സിൽ അവനെന്താ മനസ്സിൽ വിചാരിച്ച ഏതെങ്കിലും ചെറിയ ക്രീച്ചർ ലൈക്ക് സ്ക്യൂരൽ ഓർ റാറ്റ് മേ ബി ഇൻ ദ ബുഷ്. ദാറ്റ്സ് വാട്ട് ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ദാറ്റ് ഇസ് ദ റീസൺ മേ ബി ദ ഡോഗ് ബാർക്കിംഗ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു.
Clearly, something hidden within had excited the animal. Then he parted the bush and pushed his way through, half expecting a rat or a squirrel. What he did discover was something quite different. So what he was expecting and what he found there was entirely different. He expected for a small rat or a squirrel, but what he saw is there. He discovered what he discovered inside the bush was quite different. Quite different means entirely different. It was he expected a small creature, but what he found? Oh, a deer. അവൻ പ്രതീക്ഷിച്ചത് എന്താണ്? A rat or a squirrel. But what did he find there? He found a deer. ഒരു deer-നെ കണ്ടു. A deer. He muttered. What is the meaning of muttering? Shouting like not so much loudly, but shouting sound. Mutter എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുക അതാണ്. Unable to believe his eyes. He couldn't believe his eyes. See, in your house, there will be one day when you are sitting in front of your house. If you see, what should come to your house? Peacock will come to your house often, isn't it? Does peacock come to your house? Yes. Monkey? Monkey also will come. Somebody's house, monkey comes, somebody's house not coming. Okay. Then rabbit. Rabbit. Now I'm asking which you have already noted. Some people are keeping rabbits at home, not that. No one's from somewhere else, wild rabbits and all. Okay, that also is coming. Elephant. No? Okay. Now we will go with the elephant. Okay, one day when you are sitting in front of your house and if you see an elephant coming to your house, what will you do? How you will be? Abel. If an elephant come to your house and you are sitting in front of your house or inside the house and you see the elephant, how you will be? It is small or large? It is adult or baby? Whatever it may be. Adult or baby, whatever it may be. Elephant. Clearly say. Say clearly. What you will do? You will go inside the house. Okay. Anna venda. പേടിച്ചു തൂരി വേണ്ട. അപ്പൊ ബാക്കി എല്ലാരും അങ്ങനെ എലിഫന്റിനെ കാണുമ്പോ ഓടി വീട്ടിൽ ഒളിച്ചിരിക്കും അല്ലേ? ഇല്ല. ഓക്കെ, എന്നാ പിന്നെ നമുക്കൊരു കങ്കാരുവിനെ കൊണ്ടുവരാം. കങ്കാരു. ഓക്കെ. ജീവിക്കാൻ പറ്റില്ല, ഈ പ്രദേശത്ത് ജീവിക്കാൻ പറ്റൂല. എടി അത് വന്നടി, ഞാൻ ജീവിക്കോ ചത്തുപോകും എന്തേലും ആട്ടെ, വന്നു നിന്റെ വീട്ടില്, നീ എന്ത് ചെയ്യും? നീ പേടിച്ചോടുവോ? എന്തായിരുന്നത്? ഒരു കങ്കാരു വന്നിട്ടുണ്ടെന്ന് പറയും. ആരോട്? Whom shall you tell? To whom shall you tell? മരിയോട്. That's all. മരിയോട് പറയും എടി ഒരു കങ്കാരു വന്നിട്ടുണ്ടെന്ന് പറയും. എത്ര ഉള്ളോ? ഈ ക്ലാസ്സിൽ ഇറക്കി വിട്ടേ സാധനത്തെ. Grace, what you will do? കങ്കാരു വന്നാലാണോ ആന വന്നാലോ? ആന വന്നാ ഓടിച്ചു കയറുന്നല്ലേ പറഞ്ഞേ? കങ്കാരു വന്നെന്ന് എല്ലാവരുടെ അടുത്ത് പറയും. കങ്കാരു വന്നത് എല്ലാവരുടെ അടുത്ത് പോയി പറയും. ഓക്കെ, ജോസി വിൽ ടെൽ only to Maria. സായി കൃഷ്ണ, what you will do? വീട്ടിലുള്ളവരോട് പറയുമെന്ന് ഉദ്ദേശിച്ചു. വീട്ടിലുള്ളവരോട് പറയും. ആവണി ഓടിത്തെറിക്കാത്ത കയറും അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ.
കങ്കാരു വന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം ഞാൻ പറയും ട്രൂലൈറ്റ് സ്കൂളിൽ ഒരു മിസ് ഉണ്ട് മിസ്സിന്റെ അടുത്ത് ആദ്യം ചെല്ലും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരാം. മിടുക്കി കുട്ടി. ഞാൻ പിന്നെ നിന്റെ വീട്ടിലോട്ട് വിടൂല, എന്റെ വീട്ടിൽ പിടിച്ചു വെക്കും കങ്കാരുവിനെ തന്നെ. If it comes to Avani, what you will do? Okay, she's a kutti. പോയോ സിസ്റ്റർ? പറഞ്ഞു വിട്ടെ. ഞാൻ എല്ലാവരോടും പറയും. എല്ലാരോടും പറയും. ഏഞ്ചൽ? ഞാനും എല്ലാവരോടും പറയും. എല്ലാരോടും പറയും. മുഹമ്മദ്? അമ്മോ, അമ്മുന്റെ വീട്ടിലതാ കങ്കാരു വന്നിട്ടുണ്ട്. ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിക്കേ. അമ്മു ഇങ്ങോട്ട് മുങ്ങി. What is that? I can't hear. Okay. ഒരുത്തം വന്നിട്ടുണ്ട്. ആര്? മിസ് ഇവിടെ ഒരു കങ്കാരു വന്നിട്ടുണ്ട്. മിസ് ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ മിസ്സേ. എല്ലാരും ആദ്യം കങ്കാരുവിനെ കാണുമ്പോ ഫോൺ എടുത്ത് വീഡിയോ പിടിക്കും. എന്റെ വീട്ടില് കങ്കാരു വന്നേന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടും. അത് ഗുഡാണ് കേട്ടോ, കറക്റ്റ് ഐഡിയ ആണ്. അതിലെന്ത് ചെയ്യും? ജോസിന്റെ വീട്ടിലേക്ക് ഓടും അവള് കങ്കാരു വന്നെന്ന് പറയുമ്പോഴത്തേക്കാണ്? ഇല്ല, No. കാണാൻ പോകും മിസ്സേ. That's what I asked you. Rashmi Priya, what about you? അത്ഭുതപ്പെടും. Okay. Edwin, you? ഞാൻ സൂയി വിളിച്ചു പറയും. കൂടുതലോ? സൂയില് വിളിച്ചു പറയും. അവളോട് കയറി വിട്ടിച്ചോണ്ട് പോന്നിട്ടുണ്ടെന്നല്ലേ? ഓക്കെ. Okay. Do you have the number of zoo? Phone number of? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മിസ്സേ. അതെ, ഏതെങ്കിലും സൂയിലൊക്കെ പോവുകയല്ലേ? ഓക്കെ. നെക്സ്റ്റ് who else? ഇനി ആരാ ഉള്ളേ? ഏബൽ ആനേനെ കണ്ടുപിടിക്കും. കങ്കാരുവിനെ കണ്ടാലോ? You will be afraid. What will you do if a kangaroo comes to your house? Like elephant, you will run away? വനംവകുപ്പിനെ വിളിക്കും. He will call the forest department. Instead of showing anybody, he will run home fastly till take the phone. He'll collect the number of fire force, not forest department, and then he will inform that here is a kangaroo in front of my house. Afterwards, he will go and call mummy from inside. Mummy, come and see, kangaroo is there. First, he will inform the forest department. Good boy. Next, Shahina Sharin, you? What will you do if come on, what will you do? Shahana will not do anything. Sana, you? Fatimata Sana? Sana, can you hear me? Yes. Yes. If a kangaroo comes to your house, what will you do? അപ്പെന്താണോ തോന്നുന്നത്? അപ്പോഴെന്താണോ തോന്നുന്നത് അപ്പൊ അങ്ങനെ ചെയ്യും. അങ്ങനെ. അപ്പൊ എന്താണ് ചെയ്യാൻ തോന്നുന്നത്? അപ്പൊ എന്ത് ചെയ്യാൻ തോന്നുന്നോ അന്ന് അത് ചെയ്യും. ഓക്കെ, എല്ലാരും ആയാ? യെസ്. മമ്മു, നിന്റെ വീട്ടിൽ വന്ന കങ്കാരു എന്തിയേ? ഷഹനാശരി മാത്രം ഒന്നും ചെയ്യൂല. മിസ് എല്ലാവരോടും ചോദിച്ചില്ല, സായി കൃഷ്ണയോട് അങ്ങനെ സായി കൃഷ്ണയോട് ചോദിച്ചില്ലേ? സായി, വെരി സായി. സായിയോട് ചോദിച്ചായിരുന്നല്ലോ? ചോദിച്ചായിരുന്നു. യെസ്, I asked him. Okay. So here somebody said someone will in.
ഇല്ല അവനും ഇങ്ങനെയാ കാണിക്കുന്നത്. സായിയോട് ചോദിച്ചില്ല, സായി അല്ലേ പറഞ്ഞ അവിടെ പറയൂന്ന് ഏതാണ്ട് പറഞ്ഞ ഇല്ല. ഓക്കെ സായി, വാട്ട് വിൽ യു ഡു? മിസ്സേ ഫോട്ടോ എടുക്കാൻ പോയില്ല. ഫോട്ടോ എടുക്കും. അപ്പം ചിലവര് ഉടനെ ഓടിച്ചെന്ന് ബാക്കിയുള്ള വീട്ടിലുള്ളവരെ അയലൊക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു വിടും. ഞാനതെങ്ങനെ ചെയ്യുന്നത്? അയ്യോ ഓടിയോ, ഇതുകൊണ്ടൊരു കങ്കാരുവിനെ കണ്ടോ, നമ്മുടെ നാട്ടിൽ കങ്കാരു വന്നു, ഓടിവായോ ഓടിവായെന്ന് പറഞ്ഞ എല്ലാവരും അയലൊക്കത്തുള്ളവരെയൊക്കെ വിളിക്കും. പിന്നെ ഫോൺ എടുത്തിട്ട് അയലൊക്കത്തുള്ള ഫോൺ വിളിക്കും. അതായത് വിളിച്ചാൽ കേൾക്കും, വീട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാത്തവരെ ഐ വിൽ റിംഗ് അപ്പ് ആൻഡ് ഐ വിൽ ഇൻഫോം ഇഫ് യു കം സൂൺ യു കൻ സീ ദ കങ്കാരു ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഐ വിൽ ടെൽ ദം and then I will take the photo. I won't inform the forestry department and all. I will inform later. If it doesn't go away from our place, I will inform. Otherwise, I will not go and inform them. I want to see them because we are sure that it will not stay here, isn't it? It will go. So if I ring up and tell the forestry department, they will take it 2-3 hours to reach here. By the time kangaroo will reach Australia. What is the use then? So instead of informing the forestry department, I will inform the neighbors to see it. Let them come and see it. And then I will take the photo. Afterwards, still if it doesn't go, then I will inform the forestry department. That's all. Other day in our place there was a python. Python means python. പൈത്താൻ എന്ന് പറഞ്ഞ അറിയത്തില്ല. യെസ് ലക്ഷ്മി. പെരുമ്പാമ്പ്. In our area there was a python. Somebody saw it and what they did is suddenly somebody wants to kill it. Means some people will eat the flesh of python. They will take some ghee and from its oil from that body. അതിന്റെ ബോഡിയിലുള്ള ഏതാണ്ട് എണ്ണയൊക്കെ അവരെടുക്കും ചില ആൾക്കാര്. നമ്മളല്ല, നമ്മൾ അങ്ങനെ ലേഡീസ് ചിൽഡ്രൻ തിന്നത്തില്ല. ചില മെയിൽസ്, ചില മെയിലുകൾ, മയിലല്ല മെയിൽ മീൻസ് ആണുങ്ങൾ, ചില ആണുങ്ങൾ ഒക്കെ ഈ പൈത്താന്റെ ഇറച്ചി കഴിക്കുന്നവരുണ്ട്. ഗുഡ് സിംസ് വി കനോട്ട്. നമ്മൾ ചൈനക്കാരെ പോലെ ഒന്നും അല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇവര് ചില ആൾക്കാർ പറഞ്ഞു അതിനെ കൊന്നിട്ട് നമുക്ക് അതിന്റെ ഇറച്ചി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു വേണ്ട, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അറിഞ്ഞാൽ പിന്നെ ആദ്യം കുലുമാലും പ്രശ്നങ്ങളാണോ, ജാമ്യൊന്നും കിട്ടൂല, ലൈക്ക് ദാറ്റ് വേ സം പീപ്പിൾ സെഡ്. സോ ഫൈനലി ദേ ഡിഡ്ന്റ് വാണ്ട് ടു ലീവ് ഇറ്റ് ഫ്രീ. They wanted to kill it, but somebody did not allow. But they didn't want to leave it free because it will eat the goat, then cat, sheep, rabbits and all. So we are keeping them at home, isn't it? So these people were afraid. Means not afraid. It is not poisonable. It will eat even small children also. Elders also. Me also and all. Grown-up people also, they will eat. So they wanted to chase it away from. Chase means they want to remove it from there. So what the one person suggested that we will inform the forestry department. So they informed the forestry department, and by the time when they informed, they have gone to this Aralam. Aralam means it is near Niriti. There is something like that where they wanted to catch something like that, not python, something else, some other creature they wanted to catch. So the rescue team had gone to Aralam. So they told them wait there for 2-3 hours. They will let them come back. Those people they are trained well for catching this and all. So they will come back and they will come to your place to catch the python. Anyway, it took 4 hours someday. After coming from this Aralam, it took 4 hours to reach our place to catch the python. What did python do? Python went away somewhere. When the time the rescue team came here, forest department came here, nothing was there. No people also was there. People also went away. Python also went away. Anyway, they came simply and with empty hand they went back. Okay, now
Here, when Dane saw, oh, a deer, he muttered, unable to believe his eyes. He couldn't believe his eyes. Oh my God, like a elephant is common here, but if you see kangaroo, how you will be? My God, a kangaroo in front of my house. Amme, achacho, papa, daddy, mummy, come on, run. There is a kangaroo. We will tell like that, isn't it? Your expression will be like that, more than that. If you see a kangaroo, okay, run and come. See, here is a kangaroo, and you will call your neighbors, grandma, grandpa, uncle, auntie. Come on, run fast. Here is a kangaroo. If you come fast, you can see kangaroo. Come on, you will call, isn't it? Like that way. This boy also, our Dane also could not believe his eyes. The fawn looked up at him with piteous eyes. Fawn means the baby of deer. Baby deer is called fawn. Baby deer looked up to him with the piteous eyes. Pity means I feel pity on you. Pity means, yes, come on, tell me. സഹതാപം. Sakadavam. So it was looking at Dane with a piteous eyes. വളരെ സഹതാപത്തോടെ പാവത്താൻ ഇങ്ങനെ നോക്കുവാണ്, requesting for help. It seemed to be utterly spent, for it had not reacted to either dog's bark or his own approach. So this was very tired. The fawn was very tired, and it seemed to be utterly spent. Utterly spent means very tired, can't move at all. അതിന് ഒന്നും ഓടാനോ ചാടാനോ ഒന്നും പറ്റാതെ തീരെ അവശതയാണ്, ടു ടയേർഡ്, അവശതയായിട്ട് അത് ഇങ്ങനെ നോക്കുന്നു. For it had not reacted to either the dog's bark. Dog was barking, since a long time the dog was barking, but still it did not move at all. It did not move at all. So what did it do? It was too tired. It couldn't move from that place to anywhere. So it did not try to escape and all. And this dog's bark also, and this boy was coming there. ആ കുട്ടി അങ്ങോട്ട് കടന്നു വരുമായിരുന്നു. എന്നാലും അത് എണീറ്റ് ഓടാനൊന്നും നോക്കിയില്ല. കാരണം എന്താണ്? പട്ടി അടക്കുന്നത് ഇത്രയും നേരം ഓരോ കുറച്ചു. പക്ഷെ പിന്നെ ഈ കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഫോൺ അവിടുന്ന് അനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയില്ല. കാരണം എന്താണ്? ഇറ്റ് വാസ് ടു ടയേർഡ്. ഇറ്റ് കുഡിന്റ്, അതിന് പറ്റുന്നില്ലായിരുന്നു അവിടെ നിന്ന് എണിക്കാനോ അല്ല ഓടാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. മീൻസ് കുറെ ഓടിച്ചു. നാട്ടുകാരെല്ലാവരും വില്ലേജ് പീപ്പിൾ വേർ ബിഹൈൻഡ് ഓഫ് ഇറ്റ്. ഇതിനെ ഓടിച്ച് പാവ എങ്ങനെയൊക്കെ ഇവിടെ വന്നു വിട്ടു. പിന്നെ പറ്റുന്നില്ല, മടുത്തു. സോ ഇറ്റ് ലുക്ക്ഡ് അറ്റ് ദിസ് ബോയ് Dane with piteous eyes. വിത്ത് piteous eyes എന്ന് പറഞ്ഞാൽ വളരെ സഹതാപത്തോടെ, എനിക്കൊണ്ട് പറ്റുന്നില്ല, അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി. Dane pushed his way out to his waiting friends. Dane pushed his way out. Pushed out means he went back to his friends. Two more friends were there, isn't it? They were waiting for him. So he went back to his friend. Our friends in the boy. There's a deer among these bushes. And he said to them, there is a deer here in this bush. Ee bushil oru deer undu. A deer! Exclaimed Bubble. Ningal nerthe karunadu endha satayapole. Okay. So exclaimed Bubble. Bubble പറഞ്ഞു, deer! My God! Kangaroo or penguin? Ammo. So a deer, exclaimed Bubble. Are you sure? What can a deer be doing here? So are you sure there is a deer? Oh, what can a deer do here in this bush? Ee deer adinathu endu cheyanam chumma parayanda. What can a deer be doing here? It was John's sharp brain which put 2 and 2 together, so the villagers are on the deer hunt. So ഇതിനകത്ത് ഇത്തിരി വെളിവുള്ള ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. ആര്? John T. And this, what did he do? John T's sharp brain means അവന് കുറച്ച് നല്ല തലച്ചോറുണ്ടായിരുന്നു. നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ 6th ക്ലാസ്സിലെ പിള്ളേരെ പോലെയല്ല.
It was John this sharp brain which put 2 and 2 together. 2 and 2 എന്ന് പറഞ്ഞ അതൊരു phrase ആണ്. എന്ന് വെച്ചാൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി പല രണ്ടൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചുകൂട്ടി. എന്താണ്? That's what. So the villagers are on the deer hunt. Now he understood. We heard the sound from the villagers, isn't it? They didn't know what is the reason, what is that sound. Now they understood what did they understand? It was the sound of the village people, and those people were hunting the deer. What is the meaning of hunting? Sai. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സില് ഈ വക ഇത്യാദി പരിപാടിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. Okay, so now they understood. John said, that sound that we heard from the village people was the sound that they were hunting the deer. അവർ ഈ ഡീറിനെ ഓടിക്കുന്ന സൗണ്ട് ആയിരുന്നു. അതിനെ വേട്ടയാടുക. ഹണ്ട് മീൻസ് വേട്ടയാടുക. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതിനെ പിടിച്ച് തല്ലിക്കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അതിന് ഓടിക്കുന്ന സൗണ്ട് ആയിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായേ? അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ദേവർ മേക്കിംഗ് ഡാം. ആ ഡാമിന്റെ ഇടയ്ക്ക് ഒച്ചയായിട്ട് ആദ്യമൊന്നും കാര്യമാക്കില്ല. പക്ഷെ കുറേ സൗണ്ട് കേട്ടപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. പിന്നെ ഈ പട്ടി കിടന്നുകൊണ്ട് പരാപര കുറയ്ക്കുന്നത്. അപ്പോഴാണ് ഇപ്പൊ ഇവര് സംഭവം കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത്. സോ it was John this sharp brain which put 2 and 2 together. So the villagers are on the deer hunt. He said, his face darkening in anger. His face became darkened by getting angry. He was angry. Why he was angry? He didn't like the people hunted the deer. It's a small creature and poor creature. Why to hunt? Let them live. Let this deer and live. നിങ്ങളുടെ വീട്ടിലൊരു റാബിറ്റ് വരികയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ വളർത്തുന്നതല്ല another rabbit. What will you do? You will try to catch it and kill it and prepare curry for lunch, isn't it? But some people do not like. Okay. Okay. Here, see, this boy was angry. It must have strayed from Kaziranga, Bubble said. Kaziranga is a national park. You know, national park another. Kaziranga എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ്. അവിടെ കുറേ അനിമൽസ് ഉണ്ട്. നമ്മുടെ സൂ പോലെ. നമ്മുടെ ആരായിരുന്നു എഡ്വിൻ അല്ല പറഞ്ഞ സൂവിലേക്ക് വിളിക്കുന്നത്. കസിരങ്കയുടെ നമ്പർ കാണുന്നുണ്ട്. സൂ അവൻ പോയോ? എഡ്വിൻ പോയോ ക്ലാസ്സിൽ നിന്ന് തന്നെ? വന്ന പോലും വല്ല കങ്കാരും അവന്റെ വീടിന്റെ മുന്നില്. It must be strayed. Strayed means come out. It has maybe come out from Kaziranga. Kaziranga National Park in the Chariponda Google said, starting the oblivious. So, Avani, or an ottaput on the oblivious means ottaput on the oblivious side like the ottaput or anything in a Mara Sadi, the lower night on the Maramat, Puta, the Tipo, the Nino, the Natana, Chariponda. Kaziranga is a national park, a very, very, very big park it is. So, ഈ നാഷണൽ പാർക്കിൽ എങ്ങനെ കൂട്ടം തെറ്ററിയാതെ പെട്ട് ചാടിപ്പോണ്ടായിരിക്കും എന്ന് പറയുകയാണ്. Kaziranga, it must be strayed from Kaziranga, Google said, stating the obvious. It looks like it is hiding in the bushes to save itself from the villages. So maybe this is hiding inside to save himself from the people, from the village people. The village people then escape ചെയ്യാൻ വേണ്ടിയിട്ട് അതിവിടെ ഒളിച്ചിരിക്കുന്നതായിരിക്കാമെന്ന് പറയുകയാണ്. That's it. Danai nodded his head. Danai nodded. Maybe correct. Yes, correct. He nodded. Nodded means shook his head. He nodded his head. It also looks completely exhausted. Exhausted means കിതക്കുക. ഓടി കിതക്കുകയാണ്. അതിന് അപ്പടി കിതക്കുകയാണെന്ന് പറയണം. It looks completely exhausted. ഓടി കിതക്കുകയാണെന്ന് തോന്നുന്നു. We have got to save it, Bubble said. Listen, it seems like the hunters are coming this way. So these three boys are telling we wanted to save it. You have to save it. But the village people are coming through this way. I think if these people come here, they will find out this deer and they will kill it. They will hunt it and kill it and they will prepare curry for dinner. So the boys are telling village people are coming. So we want to save it. We have got to save it. We have to save it. Save means Rashigya. We have to save it. Google said. Listen, it seems like the hunters are coming this way. Okay.
Let us revise. What were the three friends doing when they heard shouting from the village? What were these three boys doing when they heard the sound of the village people? Yoshi? Hangari pote. Hangari boykotte para. What were the three boys doing when they heard the sound of the village people? They will run to village. What were the three boys doing when they heard the sound of the village people? They were fishing. They were fishing. Yes. They were making dams to fish. Fish ne pidikkan dam undakkuvairunnu alle. Okay. What was the dog barking at? The dog was barking at a Deer. deer. Why was the deer hiding in the bushes? എന്തുകൊണ്ടാ അത് ബുഷിനകത്ത് ഒളിച്ചിരുന്നേ? The village people were hunting it. Okay. Next period we will have our English class itself. Okay, bye bye. Time is up. Class will cut off now. Bye. Did everybody mark the attendance? Okay.